ഇത് വേണ്ട കൂട്ടുകാരെ, പുട്ടും മിച്ചറും. ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ പുട്ടും മിച്ചറൊക്കെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. പണ്ട് കുഞ്ഞിലെ അമ്മ ഇങ്ങനെ പുട്ടിൻ്റെ കൂടെ മിച്ചറൊക്കെ ഇട്ട് തരുമായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇത് എന്നും ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് തന്നെയാണ്. പുട്ടും മിച്ചറും ഉണ്ടോ, അത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് കഴിച്ചിരിക്കും. പുട്ടും കടലക്കറിയും, പുട്ടും ബീഫും, പുട്ടും പഴവും, പുട്ടും പയറും പപ്പടവും ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? പുട്ടും മിച്ചറും കണ്ടോ? നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കണം. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് നൊസ്റ്റാൾജിയയിലേക്ക് അങ്ങ് പോവുകയാണ്. പഴയ കുട്ടിക്കാലം. രാവിലെ ഞങ്ങൾ 3 പേർക്ക്, അമ്മ 3 പേർക്കും 3 പ്ലേറ്റ്, ഓരോരുത്തർക്ക് അവരവരുടെ പ്ലേറ്റിൽ പുട്ടും മിച്ചറും ഇട്ട് തരും. 1 കപ്പ് ചായയും തന്നു വിടും. ഞങ്ങൾ പോയി മുറ്റത്തൊക്കെ ഇരുന്ന് ഇതൊക്കെ അങ്ങ് കഴിക്കും. അന്ന് വലിയ ഇഷ്ടമൊന്നും കാണത്തില്ല, പക്ഷേ ഇപ്പോൾ അത് ഓർക്കുമ്പോൾ അയ്യോ അതെന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തന്നെയായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഇതുപോലെ നൊസ്റ്റാൾജിക് ഫുഡുകളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, അപ്പോൾ ബൈ ബൈ. ഹാപ്പി ഡേ. ഗുഡ് മോർണിംഗ്.